അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. വേദിയിലുള്ള ഏറെ ആദരണീയരായ കേരള നദവത്തുൽ മുജാഹിദീൻ്റെ നേതാക്കളെ, ISMൻ്റെ സംസ്ഥാന ഭാരവാഹികളെ, ഏറെ ആദരണീയരായ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സംഘടനാ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനും കാരുണ്യവാനും ജഗന്നിയന്താവുമായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മുടെ മേൽ വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മുജാഹിദ് യുവജന പ്രസ്ഥാനം വരുന്ന 6 മാസക്കാലത്തേക്ക് കേരളത്തിൻ്റെ പ്രബോധന രംഗത്ത് മുഹമ്മദ് നബി മാനവ മൂല്യങ്ങളുടെ നേർസാക്ഷ്യം എന്ന തലക്കെട്ടിലാണ് ഇൻഷാ അല്ലാഹ് ക്യാമ്പയിനുമായി രംഗത്ത് വരുന്നത്. ഈ ക്യാമ്പയിനിൻ്റെ സംഘാടനത്തിൽ ആലോചിച്ചതുപോലെ, ആഗ്രഹിക്കുന്നത് പോലെ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറകളില്ലാതെ പരിചയപ്പെടുത്താനുള്ള, മലയാളിയുടെ മുമ്പിൽ വിശദീകരിക്കാനുള്ള നമ്മുടെ ഈ ദൗത്യത്തെ അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ISMൻ്റെ സഹപ്രവർത്തകന്മാർ 2 പേർ, ഈലാഫിൻ്റെ സജീവമായി പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന 2 സഹോദരങ്ങൾ എടവണ്ണയിലും നെന്മണ്ടയിലും മരണപ്പെടുകയുണ്ടായി. ഇന്നലെ തന്നെ നമ്മുടെ ഒരു സഹപ്രവർത്തകൻ, കോഴിക്കോട് ജില്ലാ ISMൻ്റെ ഭാരവാഹിയുടെ മകൻ, ഇപ്രാവശ്യം 10ാം ക്ലാസ് കഴിഞ്ഞ മോൻ മരണപ്പെടുകയുണ്ടായി. ഇന്നലെ നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു ചെറിയ കുട്ടി മാരകമായ രീതിയിലുള്ളൊരു രോഗം ബാധിച്ച് ദിവസങ്ങളോളം ഹോസ്പിറ്റലിൽ കിടന്ന് 40 ലക്ഷം രൂപ ജനങ്ങൾ സംഘടിപ്പിച്ച് സംഭരിച്ച് ചികിത്സ നടത്തിയിട്ടും അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിക്ക് ഉത്തരം നൽകി മരണപ്പെടുകയുണ്ടായി. ആദർശ ബന്ധുക്കളിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന മാനസികമായ പ്രയാസങ്ങളും വേദനകളുമുണ്ട്. അള്ളാഹു നമുക്ക് നമ്മുടെ സഹോദരങ്ങളെയും സഹപ്രവർത്തകരെയും നമ്മുടെ മക്കളെയും അനുജന്മാരെയും പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ അവരെയും നമ്മളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വലിയ ദൗത്യവും ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊണ്ടാണ് മുജാഹിദ് യുവജന പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ടാണ് ആക്രമിക്കപ്പെടുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ എന്തുകൊണ്ടാണ് ആക്ഷേപിക്കപ്പെടുന്നത്? കയ്യിൽ കിട്ടുന്നവൻ കല്ലെടുത്തെറിയുമ്പോൾ അത് പ്രവാചകന്റെ നേരെയാകുന്നത്, ലേഖനമെഴുതുന്നവന്റെ ലേഖനത്തിന്റെ പ്രമേയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെയാകുന്നത്, ആക്ഷേപങ്ങളിലും ആഖ്യാനങ്ങളിലുമൊക്കെ പ്രമേയമായി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണ്? 1400 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ മറ്റൊരു മനുഷ്യനും ലോകത്തിന്റെ മനുഷ്യന്റെ ചരിത്രത്തിൽ ഇவ்விധം വിമർശനങ്ങൾക്ക് വിധേയമാകുന്നില്ല. ജീവിച്ചിരിക്കുന്ന കൂട്ടത്തിൽ, നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാൾ മരണപ്പെട്ടാൽ, പാർട്ടിയോ ജാതിയോ മതമോ ഏതാകട്ടെ, മരണപ്പെട്ട ഒരാളുടെ ജീവിതകാലത്തെ എടുത്തുയർത്തിപ്പിടിച്ചുകൊണ്ട് ആക്ഷേപിക്കുന്ന പ്രവണത പൊതുവെ സമൂഹത്തിലില്ല.
1400 കൊല്ലം കഴിഞ്ഞിട്ടും 63 വർഷക്കാലം മാത്രം ജീവിച്ച ഒരു മനുഷ്യനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ സംസാരിക്കുന്ന സമയത്തും മലയാളത്തിൽ നവമാധ്യമങ്ങളിലൂടെ, സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ സെക്കൻഡിലും ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിനെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പ്രോഗ്രാം ലൈവ് പോകുന്നുണ്ടെങ്കിൽ ഈ പോകുന്ന ലൈവിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ചെയ്യുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് ചെയ്യുന്നവരുണ്ട്. നമ്മളോട്, നമ്മുടെ കാലഘട്ടത്തോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ദ്രോഹങ്ങൾ എന്താണ്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ തൻ്റെ ജീവിതകാലത്തോ തൻ്റെ ജീവിതകാലത്തിന് ശേഷമോ ഉള്ള ഈ ലോകത്ത് ജീവിച്ച ഏത് മനുഷ്യനെയാണ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശാരീരികമായോ മാനസികമായോ വേദനിപ്പിച്ചിട്ടുള്ളത്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നു മുതൽ ആക്ഷേപിക്കപ്പെട്ടു തുടങ്ങി എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനെ ആക്ഷേപിക്കാൻ വേണ്ടി ലോകത്ത് കാലാകാലങ്ങളിൽ രംഗത്ത് വന്നവർ ആരെല്ലാമായിരുന്നു എന്ന് ചരിത്രത്തോട് ചോദിക്കുമ്പോഴാണ് ചരിത്രത്തിന്റെ ഇന്നലകളിലൂടെ കടന്നു ചെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തെ പിച്ച് ചീന്താൻ വേണ്ടി പരിശ്രമിച്ചവരുടെ ജീവചരിത്രം എന്താണെന്ന് പരിശോധിക്കുമ്പോഴാണ് നബി വിമർശനങ്ങളുടെ പിന്നിലെ താല്പര്യങ്ങൾ എന്താണ്, അള്ളാഹുവിൻ്റെ പ്രവാചകനെ ആക്ഷേപിക്കുന്നവൻ്റെ ലക്ഷ്യമെന്താണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുക. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണം കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിയുമ്പോൾ AD 632 ആഫ്രിക്കയിൽ ഗ്രീക്ക് ഭാഷയിൽ ഒരു ക്രൈസ്തവ പുരോഹിതന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നു. ലോകത്താദ്യമായി ഇസ്ലാമിക സാഹിത്യത്തിന്റെ പുറത്ത് പ്രവാചകനെ കുറിച്ച് പരാമർശങ്ങൾ വരുന്നത് AD 634 ഈ പുസ്തകത്തിലാണ്. ഡോക്ട്രിന ജേക്കബി എന്ന പേരുള്ള ആ പുസ്തകം ജേക്കബിന്റെ ഉപദേശങ്ങൾ എന്നാണ് ആ ലാറ്റിൻ പദത്തിന്റെ അർത്ഥം. ജേക്കബിന്റെ ഉപദേശങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ആ പുസ്തകത്തിലാണ് വാളുമായി കടന്നു വന്ന ചോര ചിന്തിയ പ്രവാചകൻ എന്ന പരാമർശത്തോടുകൂടെ നബി വിമർശനങ്ങൾക്ക് ഉദ്ഘാടനം നടക്കപ്പെടുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് ചരിത്രത്തിൽ പല ഘട്ടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിമർശിക്കപ്പെട്ടു. ഒരു കാര്യം ഞാൻ നിങ്ങളോട് അടിസ്ഥാനപരമായി റസൂലുള്ള വിമർശിക്കപ്പെടുന്നതിൻ്റെ കാരണമെന്താണെന്ന് പഠിക്കുന്നവരോട് വളരെ ഗൗരവത്തോടു കൂടെ പറയാം. അള്ളാഹുവിൻ്റെ പ്രവാചകനെ വിമർശിക്കുന്നതിൻ്റെ പിന്നിൽ മതമുണ്ട്, രാഷ്ട്രീയമുണ്ട്, സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. മതപരമായ താല്പര്യങ്ങൾ, പൊളിറ്റിക്കൽ അജണ്ടകൾ, സാമ്പത്തികമായ കാരണങ്ങൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചവരുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്ന കാലത്തെ ഏറ്റവും വലിയ 2 സാമ്രാജ്യങ്ങൾ എന്ന് പറയുന്നത് പേർഷ്യയും റോമുമാണ്. റോമിൻ്റെയും പേർഷ്യയുടെയും ചരിത്രം എന്നത് 700 കൊല്ലക്കാലത്തെ സംഘർഷങ്ങളുടെ, 700 വർഷം നീണ്ടുനിന്ന സംഘടനകളുടെ ഏറ്റുമുട്ടലുകളുടെ ചരിത്രമാണ് പേർഷ്യയുടെയും റോമിൻ്റെയും ചരിത്രം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ റോമും പേർഷ്യയും തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അലിഫ് ലാം മീം ഉലിബത്തുർ റൂം എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ സൂറത്തുർ റൂമിൽ റോമയും പേർഷ്യയും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച്, റോം അവിടെ പരാജയപ്പെട്ടതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പരാമർശങ്ങൾ കാണാൻ കഴിയും. AD 602 അവസാനത്തെ പേർഷ്യയും റോമും തമ്മിലുള്ള ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത്. 602 മുതൽ 628 വരെ അദൈർഘ്യമുള്ള ഒരു മഹായുദ്ധത്തോടുകൂടെയാണ് അക്ഷരാർത്ഥത്തിൽ ഈ 2 സാമ്രാജ്യങ്ങളും പേർഷ്യയും റോമും ക്ഷയിക്കുന്നതായി, ദുർബലപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയുക. 2 വൻ ശക്തികളായി നിന്ന പേർഷ്യൻ റോമൻ സാമ്രാജ്യങ്ങൾ തകർന്നിടത്താണ്, രാഷ്ട്രീയമായി തകർന്നിടത്താണ്, സാമ്പത്തികമായി തകർന്നിടത്താണ് അതിൻ്റെ പരിസരത്ത് അറേബ്യയുടെ മണ്ണിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനിലൂടെ ഇസ്ലാം എന്ന് പറയുന്ന ദീനിൻ്റെ, ഇസ്ലാം എന്ന് പറയുന്ന സന്ദേശത്തിൻ്റെ ഉദയമുണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും അതിൻ്റെ തൊട്ടടുത്ത കാലത്തും അതിശക്തമായ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ പേർഷ്യൻ സാമ്രാജ്യം മുഴുവൻ
വളരെ പെട്ടെന്ന് ഇസ്ലാമികമായ ആധിപത്യത്തിൻ്റെ കീഴിലേക്ക് വരുന്നതിൻ്റെ കാഴ്ച ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. പിന്നീട് റോമിൻ്റെ നല്ലൊരു ഭാഗം, അന്ന് റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ് ഈജിപ്റ്റ് ഉള്ളത്, അന്ന് റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ് സിറിയയുള്ളത്, റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ് അന്ന് ഫലസ്തീൻ ഉള്ളത്. ഫലസ്തീനും സിറിയയും ഈജിപ്തും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പിന്നീട് ഇസ്ലാമിക രാജ്യങ്ങളായി മാറുന്നത്, ഇസ്ലാമിക പ്രബോധകന്മാർ കടന്നു ചെല്ലുന്നത്, ഇസ്ലാമികമായ വലിയ അധികാരത്തിൻ്റെ സ്വാധീനത്തിൻ്റെ കീഴിലേക്ക് ആ നാടുകളൊക്കെ കടന്നു വരുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇവിടെ നിന്നാണ്, അധികാരം നഷ്ടപ്പെട്ടിടത്ത് നിന്നാണ്, ഭൂമി നഷ്ടപ്പെട്ടിടത്ത് നിന്നാണ്, തങ്ങളുടെ സ്വാധീനങ്ങൾ നഷ്ടപ്പെട്ടിടത്ത് നിന്നാണ്, മതപരമായി ലോകത്തിൻ്റെ മുമ്പിൽ തങ്ങൾ ഉയർത്തിപ്പിടിച്ച പുലർത്തിപ്പോന്ന ആധിപത്യങ്ങൾ കളഞ്ഞുപോയിടത്ത് നിന്നാണ് ഇസ്ലാമിക വിരോധത്തിൻ്റെ, പ്രവാചക വിരോധത്തിൻ്റെ, ഖുർആൻ വിരോധത്തിൻ്റെ അധ്യായങ്ങളുടെ ആരംഭം എന്ന് ചരിത്രത്തിൽ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. 7-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ജോൺ ഓഫ് ഡമസ്കസ് എന്ന് പറയുന്ന സിറിയയിലെ മുസ്ലിം ഭരണാധികാരികളുടെ കീഴിൽ ഉദ്യോഗസ്ഥനായിരുന്ന ജോൺ ഓഫ് ഡമസ്കസ് AD 730-40 കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം രംഗത്ത് വരുന്നുണ്ട്. ഫോണ്ട് ഓഫ് നോളജ് എന്ന് പറയുന്ന വിജ്ഞാനത്തിൻ്റെ ഭണ്ഡാരം എന്ന പുസ്തകത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്യൂഡോ പ്രൊഫറ്റ്, ഒരു വ്യാജ പ്രവാചകൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോൺ ഓഫ് ഡമസ്കസ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയുക. സിറിയ ഉൾപ്പെടെ, ഈജിപ്റ്റ് ഉൾപ്പെടെ റോമൻ സാമ്രാജ്യത്തിൻ്റെ, ബൈസന്റിയൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന രാജ്യങ്ങൾ ഇസ്ലാമിക സംസ്കാരങ്ങളിലേക്ക് പോയപ്പോൾ ആ ഇസ്ലാമിക സംസ്കാരം സൂക്ഷിക്കപ്പെടേണ്ടതാണ്. അന്ത്യക്രിസ്തുവായാണ് മുഹമ്മദ് കടന്നു വന്നിട്ടുള്ളത്. ഈ ക്രൈസ്തവ വിശ്വാസത്തെ തകർക്കാനാണ് ഈ സന്ദേശവുമായി മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ പ്രത്യക്ഷപ്പെട്ടത് എന്ന ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഫോണ്ട് ഓഫ് നോളജ് എന്ന് പറയുന്ന ജോൺ ഓഫ് ഡമസ്കസിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നത് 7-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്ത് തന്നെ. അവിടുന്ന് ഇങ്ങോട്ട് ചരിത്രത്തിൽ നമ്മൾ കാണുക പ്രവാചക വിമർശനങ്ങളുടെ ഒരു വലിയ തുടർച്ചകളാണ്. അനേക പുസ്തകങ്ങളിലൂടെ, രചനകളിലൂടെ, എഴുത്തുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വികൃതമായി ചിത്രീകരിക്കാൻ ഇസ്ലാം ഒരു രാജ്യത്ത് നിന്ന് അതിൻ്റെ അതിർത്തി ഭേദിച്ച് അടുത്ത രാജ്യത്തേക്ക് കടന്നു പോകുമ്പോൾ, ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് കടൽ കടന്നിട്ട് അടുത്ത ഭൂഖണ്ഡത്തിലേക്ക് ഇസ്ലാം അതിങ്ങനെ കടന്നു ചെല്ലുമ്പോൾ അതിൽ പ്രതികാരവാഞ്ചയോടുകൂടെ ഇതിനെ തടുക്കാൻ, ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ പ്രചാരണത്തെ ഇല്ലാതാക്കാൻ, അതിൻ്റെ സ്വാധീനങ്ങളെ ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ എല്ലാ തരത്തിലുള്ള പ്രവാചക വിമർശനങ്ങൾ കടന്നു വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തെ പിച്ചി ചീന്തിയാലാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി വൃത്തികെട്ട ഒരാളാണെന്ന് വരുത്തി തീർത്താലാണ് ഇസ്ലാമിൻ്റെ വ്യാപനം ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ എന്ന ധാരണയിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരന്തരം ആക്രമിച്ചുകൊണ്ടേയിരുന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുക. 11 മുതൽ 13 വരെയുള്ള നൂറ്റാണ്ടുകൾ എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഞാനും നിങ്ങളും പഠിച്ചിട്ടുള്ളതുപോലെ 1105 മുതൽ കുരിശ് യുദ്ധങ്ങളുടെ കാലമാണ്. 200 കൊല്ലം കുരിശ് യോദ്ധാക്കളുടെ, ഇസ്ലാമിക ലോകത്തേക്കുള്ള, ഇസ്ലാമിക രാജ്യങ്ങളിലേക്കുള്ള കുരിശുപടയുടെ പോരാട്ടങ്ങളുടെ, തേരോട്ടങ്ങളുടെ കാലഘട്ടമാണ് 11 മുതൽ 13 വരെയുള്ള 200 കൊല്ലക്കാലത്തെ ചരിത്രം എന്ന് പറയുന്നത്. കുരിശ് യോദ്ധാക്കൾ ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ ആ കുരിശ് യോദ്ധാക്കൾക്ക് ആവേശം നൽകുന്നതിന് നമ്മൾ കടന്നു ചെല്ലുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് അപരിഷ്കൃതരുടെ പ്രദേശങ്ങളാണ്. നമ്മൾ ചെല്ലുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് മതഭ്രാന്തന്മാരുടെ രാജ്യങ്ങളാണ്. നമ്മൾ കടന്നു ചെല്ലുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ക്രൈസ്തവ മതത്തിൻ്റെ ശത്രുക്കളുടെ നാടുകളാണ്. നമ്മൾ കടന്നു ചെല്ലുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളാൽ പരിഷ്കരിക്കപ്പെടേണ്ടവരുടെ രാജ്യങ്ങളാണ് എന്ന തരത്തിലുള്ള വ്യാപകമായ രീതിയിലുള്ള പ്രചാരണങ്ങൾ കുരിശ് യുദ്ധത്തിന് അവസരമൊരുക്കുന്നതിനു വേണ്ടി, അതിന് വേദിയൊരുക്കുന്നതിനു വേണ്ടി, അതിൻ്റെ പശ്ചാത്തലം സംവിധാനിക്കുന്നതിനു വേണ്ടി പാശ്ചാത്യ രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ വ്യാപകമായി നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. മുസ്ലിങ്ങളെ ക്രൂരന്മാരായി ചിത്രീകരിക്കുക, മുഹമ്മദും അവൻ്റെ അനുയായികളും വളരെ മോശപ്പെട്ടവരാണ് എന്നൊരു ചിത്രം ആളുകളുടെ മനസ്സുകളിൽ പതിപ്പിച്ചു വെച്ചിട്ടാണ് ആ രാജ്യങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരെ കൊന്നൊടുക്കുന്നതിനു വേണ്ടി കുരിശ് പട്ടാളക്കാർക്ക് പ്രചോദനം നൽകിയതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുക. ആ പട്ടാളക്കാരുടെ മനസ്സിൽ നിറക്കപ്പെട്ട വെറുപ്പ് അത് പുറത്തേക്ക് വന്നപ്പോൾ നമ്മൾ ചരിത്രത്തിൽ വായിക്കുക, കുരിശ് പട്ടാളക്കാർ കടന്നു വന്നിട്ട് സിറിയ പോലെയുള്ള രാജ്യങ്ങളിൽ വന്നപ്പോൾ
സിറിയയിലെ ഒരു വലിയ പട്ടണത്തിനകത്തേക്ക് കടക്കാൻ അവർക്ക് സാധ്യമായില്ല. വലിയ പ്രതിരോധമുണ്ടായി. പക്ഷെ അവർ പറഞ്ഞു, ഈ പട്ടണത്തിനകത്തുള്ള നിങ്ങളെ ഓരോരുത്തരെയും, മുഴുവൻ ആളുകളെയും സ്വതന്ത്രമായി ഈ നാട് വിട്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കും. ആ അനുവാദം നൽകിയതിൻ്റെ, അത് വിശ്വസിച്ചതിൻ്റെ പേരിലാണ് ആ പട്ടണം അവർക്ക് തുറക്കപ്പെടുന്നത്. പക്ഷേ കുരിശ് പട്ടാളം ആ പട്ടണത്തിൻ്റെ അകത്ത് കയറിയിട്ട് ഒരു ചെറിയ കുഞ്ഞിനെ പോലും അവശേഷിപ്പിക്കാതെ സിറിയയിലെ ആ പട്ടണത്തിലെ മുഴുവൻ മനുഷ്യന്മാരെയും കൊന്നുകളഞ്ഞു എന്ന് മാത്രമല്ല, ആ കുരിശ് പട്ടാളക്കാർക്ക് വലിയ ക്ഷാമമുണ്ടായപ്പോൾ, പട്ടിണി ഉണ്ടായപ്പോൾ, വിശപ്പുണ്ടായപ്പോൾ തങ്ങളുടെ ശത്രുക്കൾ, ആയുധങ്ങളാൽ കൊല്ലപ്പെട്ട തങ്ങളുടെ ശത്രുക്കളെ വേവിച്ച് മാംസം കഴിച്ചതിൻ്റെ ഒരു ചരിത്രം കുരിശ് യുദ്ധവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മുതിർന്ന ആളുകളെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വേവിച്ച് കടിച്ചതും ചെറിയ കുട്ടികളെ കമ്പികളിൽ കോർത്ത് ചുട്ട് തിന്നതിൻ്റെയും ഒരു ചരിത്രം കുരിശ് യുദ്ധങ്ങളുടെ ചരിത്രത്തിലുണ്ട്. സഹോദരങ്ങളെ, അതിന് പാകപ്പെടുമാറ് സൈന്യത്തിൻ്റെ മനസ്സിനകത്തേക്ക് കുത്തിവെച്ചത് നബിവിരോധങ്ങളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള എതിർപ്പുകളാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകനോടുള്ള ശത്രുതകളാണ്. നീണ്ട ദീർഘമായ 200 കൊല്ലം ദൈർഘ്യമുള്ള യുദ്ധം കഴിയുമ്പോൾ യൂറോപ്പ് ക്ഷയിക്കുന്നുണ്ട്, സാമ്പത്തികമായി ദുർബലപ്പെടുന്നുണ്ട്, വലിയ പ്രയാസങ്ങളിലേക്ക്, രാഷ്ട്രീയ പ്രതിസന്ധികളിലേക്ക് പിന്നീട് യൂറോപ്പ് പോകുന്നുണ്ട്. ആ യൂറോപ്പിലാണ് 14-ാം നൂറ്റാണ്ടിൽ നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് പോലെ യൂറോപ്പിൻ്റെ 1/3 ജനസംഖ്യ നശിപ്പിച്ച് കളഞ്ഞ, 1/3 ജനസംഖ്യ വിഴുങ്ങിക്കളഞ്ഞ ബ്ലാക്ക് ഡെത്ത് എന്ന പേരിൽ പിന്നീട് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ജൂതൻ കിണറ്റുകളിൽ കൊണ്ടുവന്നിട്ട് വിഷം കലക്കിയത് കൊണ്ട് നാട് മുഴുവൻ പകർച്ചവ്യാധി പരന്നു എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് ജൂതന്മാർ ക്രൂരമായി കൊല്ലപ്പെട്ട ബ്ലാക്ക് ഡെത്ത് 14-ാം നൂറ്റാണ്ടിലാണ് യൂറോപ്പിൽ ഉണ്ടാകുന്നത്. യൂറോപ്പിൻ്റെ ആകെ ജനസംഖ്യയുടെ 1/3 ആളുകൾ, ആകെ ജനസംഖ്യയുടെ 1/3 ആളുകൾ അന്ന് മരണപ്പെട്ടുവെന്നാണ്, പ്ലേഗ് ബാധിച്ച് മരണപ്പെട്ടുവെന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. സാമ്പത്തികമായി തകർന്ന, രാഷ്ട്രീയമായ അസ്ഥിരതയുണ്ടായ പ്ലേഗിലൂടെ, ബ്ലാക്ക് ഡെത്തിലൂടെ വലിയ പ്രതിസന്ധികളിലേക്ക് കടന്നുപോയ യൂറോപ്പിന് അവിടുന്ന് ഒന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടായിരുന്നു. അങ്ങനെയാണ് 15-ാം നൂറ്റാണ്ടാകുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അധിനിവേശങ്ങൾ ഉണ്ടാകുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ ആഫ്രിക്കയിലേക്കും ഏഷ്യയിലേക്കുമൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ അധിനിവേശങ്ങൾ ഉണ്ടായി. എല്ലാ നാടുകളിലേക്കും, ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള അധിനിവേശമുണ്ടായി. ആ അധിനിവേശത്തിന് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ പോകുമ്പോൾ അന്ന് ആ അധിനിവേശങ്ങൾ നടത്താനുള്ള ഊർജം പകർന്നു കൊടുത്തത് അന്നത്തെ അവിടുത്തെ ക്രൈസ്തവ മിഷണറിമാരായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അധിനിവേശങ്ങൾ നടത്തുന്നതിന് വേണ്ടി കടന്നുപോയി ഓരോ രാജ്യങ്ങളെയും, ഓരോ ജനതകളെയും, ഓരോ പ്രദേശങ്ങളെയും തങ്ങളുടെ കാൽ ചുവട്ടിൽ കൊണ്ടുവരുമ്പോൾ, തങ്ങളുടെ കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അവർ രംഗത്ത് വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതപരമായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. ലോകം മുഴുവനും ക്രിസ്ത്യാനിറ്റി ഇല്ലാത്ത ലോകത്തിൻ്റെ ഏത് പ്രദേശങ്ങളും ലോകത്തിൻ്റെ ഭൂപടത്തിൽ തന്നെ ഇല്ല എന്നൊരു കാഴ്ചപ്പാട് ആ കാലഘട്ടത്തിൽ യൂറോപ്പിനുണ്ടായിരുന്നു. അതാണ് നമ്മൾ യൂറോ കേന്ദ്രീകൃത യൂറോ സെൻട്രിസം എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ വിളിക്കുന്നത്. യൂറോപ്പാണ് ലോകം. യൂറോപ്പിൻ്റെ പുറത്തുനിന്നൊന്നും, പുറത്തുള്ള രാജ്യങ്ങളൊന്നും, പുറത്തുള്ള ജനതകളൊന്നും യഥാർത്ഥത്തിൽ മനുഷ്യരായി പോലും അംഗീകരിക്കപ്പെടേണ്ടവരല്ല എന്നൊരു കാഴ്ചപ്പാട് ആ കാലഘട്ടത്തിൽ യൂറോപ്പിനുണ്ടായിരുന്നു. ഞാനും നിങ്ങളൊക്കെ സ്കൂളുകളിൽ അമേരിക്കയെ കണ്ടുപിടിച്ചു എന്നാണ് പഠിച്ചിട്ടുള്ളത്. കൊളംബസ് അമേരിക്കയെ കണ്ടുപിടിച്ചു എന്നാണ് ഞാനും നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. ഞാനൊക്കെ ആ കാലഘട്ടത്തിൽ കൊളംബസ് അമേരിക്കയെ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ ജനവാസമില്ലാത്ത, ആൾപ്പാർപ്പില്ലാത്ത, ആരും താമസിക്കാത്ത, ഒടിഞ്ഞു കിടക്കുന്ന ഫലഭൂയിഷ്ടമായ ഒരു നാട്ടിലേക്ക് കുറേ മനുഷ്യർ ചെന്നിട്ട് അവിടെ താമസിച്ച് അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തെ കെട്ടിപ്പടുത്തു എന്നാണ് നമ്മളൊക്കെ അന്ന് ചെറുപ്പത്തിൽ സാമൂഹ്യ പാഠപുസ്തകങ്ങളിൽ അമേരിക്കയെ കൊളംബസ് കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളതും മനസ്സിലാക്കി വെച്ചിട്ടുള്ളതും. പക്ഷേ അമേരിക്കയിലേക്ക് കൊളംബസ് കയറി ചെല്ലുമ്പോൾ കൊളംബസ് വിചാരിച്ചത് അത് ഇന്ത്യയാണെന്നാണ്. അന്നത്തെ മാർപ്പാപ്പ അലക്സാണ്ടർ 6 അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുവിലൂടെ വടക്ക് നിന്ന് തെക്കോട്ട് ഒരു വര വരച്ചിട്ട് ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഫ്രാൻസിനുള്ളതും പടിഞ്ഞാറ് ഭാഗം അതിൻ്റെ കിഴക്ക് ഭാഗം പോർച്ചുഗീസിനുള്ളതുമാണ് എന്ന് പറഞ്ഞ് അറ്റ്ലാന്റിക്കിൻ്റെ 2 ഭാഗത്തേക്ക് തങ്ങളുടെ കീഴിലുള്ള സാമ്രാജ്യങ്ങളെ, രാജ്യങ്ങളെ, അധിനിവേശ ശക്തികളെ തിരിച്ചുവിട്ടിട്ട് ലോകം മുഴുവനും ക്രൈസ്തവ ആധിപത്യത്തിന് കീഴിലാക്കണം എന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് കൊളംബസ്
അന്ന് ലോകത്തെ ഏറ്റവും ഫലഭൂയിഷ്ടമായ മണ്ണായ ഇന്ത്യ തേടിയിട്ട് അദ്ദേഹം യാത്ര പുറപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ യാത്ര അമേരിക്കയിലാണ് എത്തുന്നത്. അമേരിക്കയിലെത്തിയപ്പോൾ അമേരിക്കക്കാർ അദ്ദേഹം ഇന്ത്യൻസ് എന്നാണ് വിളിച്ചത്. ആ അമേരിക്കക്കാർ പിന്നീട് അവിടെ അറിയപ്പെട്ടത് റെഡ് ഇന്ത്യൻസ് എന്നാണ്. തദ്ദേശീയർ, ആ നാട്ടിലുള്ളവർ, അവരുടെ എണ്ണം നിങ്ങൾക്കറിയുമോ? തദ്ദേശീയർ, ആ നാട്ടിലുള്ളവർ അമേരിക്കയിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന്, സ്പെയിനിൽ നിന്ന്, പോർച്ചുഗലിൽ നിന്ന്, ബ്രിട്ടനിൽ നിന്ന് കുടിയേറ്റം നടക്കുമ്പോൾ അമേരിക്കയിലെ അന്നത്തെ തദ്ദേശീയരായ നാട്ടുകാരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 6 കോടി മുതൽ 10 കോടി വരെയാണ്. 6 കോടി ജനങ്ങൾ ഉണ്ടായിരുന്ന ഒരു നാട്, 6 കോടി തദ്ദേശീയരായ ജനങ്ങളുണ്ടായിരുന്ന ഒരു നാട്ടിലേക്ക് ബ്രിട്ടനിൽ നിന്നും, സ്പെയിനിൽ നിന്നും, പോർച്ചുഗലിൽ നിന്നും വലിയ അധിനിവേശം ഉണ്ടായിട്ട് ആ അധിനിവേശ ശക്തികൾ ചെന്ന് ആ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നൊടുക്കിയതിൻ്റെ, ആ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരെയും അവിടുത്തെ ജനങ്ങൾക്ക് താമസിക്കാൻ കഴിയാത്ത വരണ്ട ഭൂമികളിലേക്ക് ആട്ടിപ്പായിച്ചതിൻ്റെ ഒരു ചരിത്രം കൂടിയാണ് അമേരിക്കയുടെ ചരിത്രം എന്ന് പറയുന്നത്. ഞാൻ ആലോചിക്കുന്നത്, നമ്മളിപ്പോഴും ഫലസ്തീൻ മണ്ണിലേക്ക് ഇസ്രായേലിൻ്റെ അധിനിവേശത്തെക്കുറിച്ച് പറയുമ്പോൾ ആ പ്രശ്നം അമേരിക്ക പരിഹരിക്കും. അമേരിക്കയാണത് പരിഹരിക്കേണ്ടത്. അമേരിക്ക അതിൽ ഇടപെടണം. അമേരിക്ക തന്നെ ഒരു അധിനിവേശ രാജ്യമാണ്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം തന്നെ 1830 ഇന്ത്യൻ റിമൂവൽ ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് തദ്ദേശീയരെ, ഇന്ത്യൻ എന്നവർ വിളിക്കുന്നത് ആ നാട്ടിലുണ്ടായിരുന്ന തദ്ദേശീയരെയാണ്. കൊളംബസ് ആണ് അങ്ങനെ വിളിച്ചു തുടങ്ങിയത്. വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്ന ക്രിക്കറ്റ് കളി കാണുമ്പോൾ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത് കൊളംബസ് ഇട്ട പേരാണ്, വെസ്റ്റ് ഇൻഡീസ് അല്ല. അത് അമേരിക്കയിലെ ദ്വീപുകളാണ്, കരീബിയൻ ദ്വീപുകളാണ്. തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇന്ത്യയാണ് എന്ന് കരുതി ഇൻഡീസ് എന്ന് വിളിച്ചത് കൊളംബസ്. അങ്ങനെയാണ് വെസ്റ്റ് ഇൻഡീസായി. പിന്നീട് ഇന്ത്യയെ കണ്ടപ്പോൾ, ഈസ്റ്റിലെ ഇന്ത്യക്കാരെ കണ്ടപ്പോൾ അത് വെസ്റ്റിലെ ഇന്ത്യക്കാർ എന്നുള്ള നിലയ്ക്ക് പിന്നീട് വിളിക്കപ്പെട്ടതാണ്. ആ രൂപത്തിലാണ് റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കപ്പെട്ടത്. ആ ജനത മുഴുവൻ, കോടിക്കണക്കിന് മനുഷ്യർ ക്രൂരമായി കൊന്നൊടുക്കപ്പെട്ടുവെന്നാണ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുക. അവർ ക്രൂരമായി കൊന്നെടുക്കപ്പെട്ടുവെന്നാണ്. പിന്നെ ഇപ്പോഴും നമ്മളവിടെ അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാരെ കാണുന്നില്ലേ എന്ന് ചോദിച്ചാൽ അത് ഒരു വലിയ സങ്കടക്കടലിൻ്റെ മറ്റൊരറ്റമാണത്. ചരിത്രത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ഇന്ന് അമേരിക്കയിൽ കാണുന്ന കറുത്ത വർഗ്ഗക്കാർ എന്ന് പറയുന്നത് ആഫ്രിക്കൻ നാടുകളിൽ നിന്ന് അമേരിക്ക, അന്ന് യൂറോപ്യന്മാർ അമേരിക്കയിലേക്ക് കൊണ്ടുപോയ അടിമകളാണ്. ഇന്ന് അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർ എന്ന് പറയുന്ന 99% മനുഷ്യരും ആഫ്രിക്കയിൽ നിന്ന് കപ്പലുകളിൽ കൂട്ടത്തോടെ ആടുമാടുകളെ കൊണ്ടുപോകുന്നത് പോലെ ആ കാലഘട്ടത്തിൽ കൂട്ടത്തോടെ കൊണ്ടുപോയിട്ട് അറ്റ്ലാന്റിക് സമുദ്രം കടന്നിട്ട് ആഫ്രിക്കയിൽ നിന്ന് ആളുകളെ കൂട്ടത്തോടെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അമേരിക്കയിൽ കരിമ്പ് കൃഷി ചെയ്തിട്ട് പഞ്ചസാര ഉൽപ്പാദിച്ച് പരുത്തി ഉൽപ്പാദിപ്പിച്ചിട്ട് അത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൊടുക്കും. യൂറോപ്യൻ രാജ്യങ്ങൾ അത് കൊണ്ടുവന്ന് വീണ്ടും ആഫ്രിക്കയിലെ സമ്പന്നർക്കും പ്രഭുക്കൾക്കും കൊടുത്തിട്ട് അതിന് പകരം അടിമകളെ വാങ്ങും. ആ അടിമകളെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകും. അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക്, യൂറോപ്പിൽ നിന്ന് ആഫ്രിക്കയിലേക്ക്. ഈ ഒരു ട്രേഡിൻ്റെ ട്രയാങ്കിൾ, ഒരു ത്രികോണ കച്ചവടം ലോകത്ത് നടന്നിട്ടുണ്ട്. മനുഷ്യരെ വിറ്റിട്ട്, പാവപ്പെട്ട മനുഷ്യനെ വിറ്റിട്ട് അങ്ങനെ ചെയ്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സാമ്രാജ്യത്വ ശക്തികൾ കടന്നു വന്നപ്പോൾ അമേരിക്കയിൽ അത് ആ കാലഘട്ടത്തിൽ അവിടുത്തെ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യരെ കൂട്ടക്കശാപ്പ് ചെയ്തിട്ട് ഇല്ലാതാക്കി അധിനിവേശം വന്ന് നടന്നുവെങ്കിൽ ഏഷ്യയിലേക്ക് കടന്നു വന്നപ്പോൾ, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ, ഇസ്ലാമിക സ്വാധീനമുള്ള രാജ്യങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ അധിനിവേശ ശക്തികളോട്, കൊളോണിയൽ ശക്തികളോട് വലിയ രൂപത്തിലുള്ള പ്രതിരോധങ്ങൾ ഉണ്ടായി. ആൻറ്റി കൊളോണിയൽ സ്ട്രഗിൾസ് എന്നാണ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുക. വലിയ രൂപത്തിലുള്ള കൊളോണിയൽ വിരുദ്ധ പോരാട്ടങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അന്നുണ്ടായി. അവിടെയെല്ലാം ഈ ആൻറ്റി കൊളോണിയൽ സ്ട്രഗിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രത്തിൽ നമ്മൾ പരിശോധിക്കുന്നിടത്തോട്ടെ ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, എല്ലാ കോളനി വിരുദ്ധ സമരങ്ങളുടെയും പിന്നിൽ 15-ാം നൂറ്റാണ്ടിന് ശേഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ കോളനികളാക്കുന്നതിന് വേണ്ടി കടന്നു ചെന്ന് ആഫ്രിക്കയിലൂടെ, ഏഷ്യയിലൂടെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളെ തങ്ങളുടെ ചൊൽപ്പടിക്കും കാൽക്കീഴിലുമാക്കുന്നതിന് വേണ്ടി പണിയെടുത്ത് കടന്നു വന്നപ്പോൾ ആ രാജ്യങ്ങളിലൊക്കെ ഏതെങ്കിലും രാജ്യങ്ങളിൽ പ്രതിരോധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രതിരോധങ്ങളുടെ എല്ലാം പിന്നിൽ ആ പ്രദേശങ്ങളിലെ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അവിടെയാണ് ഇസ്ലാം വിരോധത്തിൻ്റെ അടുത്ത പേര് നമുക്ക് കാണാൻ കഴിയുക. അവിടെയാണ് മുഹമ്മദ് നബിയോടുള്ള വിദ്വേഷത്തിൻ്റെ, മുഹമ്മദ് നബിയെ തകർക്കുന്നതിൻ്റെ, മുഹമ്മദ് നബിയുടെ വ്യക്തിത്വത്തെ പിച്ച് ചീന്തുന്നതിൻ്റെ, ഇല്ലാതാക്കുന്നതിൻ്റെ ചരിത്രം നമുക്ക് അവിടെയാണ് കാണാൻ കഴിയുക. പ്രവാചക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം കഴിഞ്ഞിട്ട് അമവി കാലഘട്ടത്തിൽ തന്നെ
ആഫ്രിക്കയും കടന്നിട്ട് യൂറോപ്പിന്റെ അകത്തേക്ക് ഇസ്ലാം കടന്നു ചെന്നിട്ടുണ്ട്. സ്പെയിനിൽ 800 കൊല്ലമാണ് സ്പെയിനിൽ ഇസ്ലാമിക ഭരണം നിലനിന്നതായി ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുക. ആ സ്പെയിനിലേക്ക് ഇസ്ലാം കടന്നു ചെന്നൊരു കാലം താരിഖ് ഇബ്നു സിയാദ്, ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന താരിഖ് ഇബ്നു സിയാദ് എന്ന് പറയുന്നത് അന്നത്തെ ആഫ്രിക്കൻ പ്രദേശങ്ങളിലെ മൊറോക്കോ എന്ന് പറയുന്ന പ്രവിശ്യയുടെ അവിടെ നിന്നുള്ള സൈന്യാധിപനാണ് താരിഖ് ഇബ്നു സിയാദ് എന്ന് പറയുന്നത്. ആ താരിഖ് ഇബ്നു സിയാദിൻ്റെ പേരിലാണ് ലോകത്ത് ജബലു താരീഖാണ് ജിബ്രാൾട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രാൾട്ടർ കടലിടുക്ക് എന്ന് നമ്മൾ വായിക്കാറുണ്ട്. മൊറോക്കോയുടെയും അതുപോലെ പോർച്ചുഗലിനും ഇടയിലുള്ള, സ്പെയിനിനും പോർച്ചുഗലിനും മൊറോക്കോക്കും ഇടയിലുള്ള ആഫ്രിക്കയുടെ ഭാഗത്ത് മൊറോക്കോയും അതുപോലെ യൂറോപ്പിൻ്റെ ഭാഗത്ത് പോർച്ചുഗലിനും ഇടയിലുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ കടലിടുക്കാണ് ജിബ്രാൾട്ടർ കടലിടുക്ക് എന്ന് പറയുന്നത്. ജിബ്രാൾട്ടർ എന്ന പേര് ജബലു താരീഖിൻ്റെ ഒരു സ്പാനിഷ് ഉച്ചാരണമാണ്. അങ്ങനെയാണ് ജിബ്രാൾട്ടർ ഉണ്ടാകുന്നത്. ഇസ്ലാം അവിടെ യൂറോപ്പിലേക്ക് കടന്നു ചെന്നിട്ട് 800 കൊല്ലം യൂറോപ്പിനെ ഭരിക്കുന്നുണ്ട്. ആ സ്പെയിനിൽ നിന്ന് മുസ്ലിങ്ങൾ ആട്ടിയോടിക്കപ്പെടുന്നത് 1494 1494 അമേരിക്കയിലേക്ക് അധിനിവേശം ഉണ്ടാകുന്നത്. 1490 ആ 15-ാം നൂറ്റാണ്ടിന് ശേഷം ഇങ്ങോട്ടാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചരിത്രത്തിൽ അധിനിവേശങ്ങൾ ഉണ്ടായതായി നമ്മൾ പഠിക്കുന്നത്. ആ പാശ്ചാത്യ അധിനിവേശങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോൾ ചെറിയ ചെറിയ ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ, ആ ചെറുത്തുനിൽപ്പ് സംഘങ്ങളൊക്കെ ചരിത്രത്തിൽ നമ്മൾ ആത്മാർത്ഥമായി വായിക്കുന്നൊരു കാര്യം, അതിൻ്റെ 80% അതിൻ്റെ 90% ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ചെറുത്തുനിൽപ്പ് സംഘങ്ങളായിരുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. അങ്ങനെയാണ് ഇസ്ലാം വിരുദ്ധ പ്രചാരണങ്ങൾ ഒരു സംഘടിത രൂപത്തിൽ ലോകത്ത് നിർവഹിക്കപ്പെടുന്നത്. അതിനെയാണ് ഞാനും നിങ്ങളും ഓറിയൻ്റലിസം എന്ന് വിളിക്കുന്നത്. ഇസ്ലാം വിരുദ്ധ പ്രചാരണങ്ങൾ കാലാകാലങ്ങളിൽ വിവിധ രചനകളിലൂടെ നിർവഹിക്കപ്പെട്ട ഇസ്ലാം വിരുദ്ധ പ്രചാരണങ്ങൾ അത് സംഘടിതമായി നിർവഹിക്കപ്പെട്ടതിൻ്റെ, ശാസ്ത്രീയമായി നിർവഹിക്കപ്പെട്ടതിൻ്റെ, ആസൂത്രിതമായി നിർവഹിക്കപ്പെട്ടതിൻ്റെ, ഇസ്ലാം വിരുദ്ധ രചനകൾ നിരന്തരമായി പ്രസിദ്ധീകരിക്കപ്പെട്ടതിൻ്റെ ആ സ്രോതസ്സിനെയാണ് നമ്മൾ ഓറിയന്റലിസം എന്ന് പറയുന്നത്. 1650 മുതൽ 1900 വരെ, 1650 മുതൽ 1900 വരെ 250 കൊല്ലം, 250 കൊല്ലത്തിനിടയ്ക്ക് യൂറോപ്പിൽ 70,000 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അച്ചടി വന്ന് പുസ്തകങ്ങൾ അച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ, അച്ചടി യന്ത്രം കണ്ടുപിടിച്ചിട്ട് അക്ഷരങ്ങൾ ചേർത്ത് വെച്ച് പുസ്തകങ്ങൾ അച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ 70,000 പുസ്തകങ്ങൾ യൂറോപ്പിൽ അങ്ങോളം ഇങ്ങോളം 1650 മുതൽ 1900 വരെ ഈ 70,000 പുസ്തകങ്ങളുടെയും തീം, അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് മുഹമ്മദ് നബിയാണ്, പരിശുദ്ധ ഖുർആനാണ്, ഇസ്ലാമാണ്. ഇസ്ലാമിനെ കുറിച്ചും മുഹമ്മദ് നബിയെക്കുറിച്ചും ഓറിയന്റലിസ്റ്റ് രചനകൾ 70,000 പുസ്തകങ്ങൾ 250 കൊല്ലത്തിനിടയ്ക്ക് ആ കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുക. 100ഓളം ഭാഷകളിൽ, അന്നത്തെ മുഴുവൻ പാശ്ചാത്യ ഭാഷകളിലും 100 കണക്കിന് ഖുർആൻ പരിഭാഷകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. പരിശുദ്ധ ഖുർആന്റെ പരിഭാഷ മലയാളത്തിൽ നിന്നാണ് ഉണ്ടായത്. പരിശുദ്ധ ഖുർആൻ മലയാളത്തിൽ നിന്നാണ് പരിഭാഷപ്പെടുത്തപ്പെടുന്നത്. 9-ാം നൂറ്റാണ്ടിൽ കേരളത്തിലേക്ക് മുസ്ലിങ്ങൾ കടന്നു വന്നിട്ട് മലയാളത്തിന് ഖുർആനിൻ്റെ പരിഭാഷ ഉണ്ടാകുന്ന കാലമേതാണ് എന്ന് നമുക്കറിയാം. പക്ഷേ 1650-നും 1900-നും ഇടയ്ക്ക് 100 കണക്കിന് ഖുർആൻ പരിഭാഷകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഈ ഖുർആൻ പരിഭാഷകളിലൂടെയും 70,000-ഓളം വരുന്ന പുസ്തകങ്ങളിലൂടെയും ലോകം മുഴുവൻ ഇംഗ്ലീഷിലൂടെ പഠിപ്പിക്കപ്പെട്ട പ്രവാചക വിരോധമാണ് ഇന്നും എൻ്റെയും നിങ്ങളുടെയും മുമ്പിലേക്ക് നിലവിളക്കിൻ്റെ വിവാദമായി, ഏതെങ്കിലും തരത്തിൽ ഒരു വന്ദേ മാതരത്തിൻ്റെ വിവാദമായി, നമ്മുടെ മുഖത്ത് വളരുന്ന താടിരോമങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളായി, നാം ധരിക്കുന്ന, നമ്മുടെ പെൺകുട്ടികൾ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ വിവാദങ്ങളായി, ഓരോ സന്ദർഭങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊങ്ങി വരുന്ന വിവാദങ്ങളുടെയൊക്കെ അടിവേര് തപ്പിത്തെരഞ്ഞ് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ 1600-കൾക്ക് ശേഷം എഴുതപ്പെട്ട ഏതെങ്കിലും ഒരു ഓറിയന്റലിസ്റ്റ് രചനയുടെ പുസ്തകത്തിൻ്റെ വരികൾക്കിടയിലാണ് ഞാനും നിങ്ങൾ എത്തുക. അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട, അവിടെ നിന്ന് ലോകത്ത് പഠിപ്പിക്കപ്പെട്ട, ലോകം മുഴുവൻ കൊളോണിയൽ അധികാര ശക്തികളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട, അവരുടെ ഭാഷയിലൂടെ ഇംഗ്ലീഷിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട ഈ പുസ്തകങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇസ്ലാമിനെ കുറിച്ചുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടായത്. നമ്മൾ ചോദിക്കും, എന്തേ ഇസ്ലാം മാത്രം ഇങ്ങനെ,
എന്തുകൊണ്ടാണ് ക്രിസ്തു മതത്തോടില്ലാത്തത്? എന്തുകൊണ്ടാണ് ആളുകൾക്ക് ജൂതമതത്തോട് വിരോധമില്ലാത്തത്? എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഹിന്ദു മതത്തോട് വിരോധമില്ലാത്തത്? നമ്മളിങ്ങനെ ചോദിക്കും. ലോകത്തിന്റെ ചരിത്രത്തിൽ, ഭൂമി ലോകത്തിന്റെ മനുഷ്യന്റെ ചരിത്രത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടന്ന പ്രവർത്തനത്തോളം, ഓറിയന്റലിസം അടക്കമുള്ള ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടന്ന പ്രവർത്തനങ്ങളോടൊപ്പം അതിനെ എതിർക്കാനുള്ള നിരന്തരമായ നൂറ്റാണ്ടുകൾ നീണ്ട പരിശ്രമങ്ങളെപ്പോലെ ലോകത്ത് ഏത് മതത്തിന്റെ നേരെയാണ്, ഏത് ആശയത്തിന്റെ നേരെയാണ്, ഏത് ദർശനത്തിന്റെ നേരെയാണ്, ഏത് വിശ്വാസത്തിന്റെ നേരെയാണ്, ഏത് ഗ്രന്ഥത്തിന്റെ നേരെയാണ്, ഏത് വ്യക്തിയുടെ നേരെയാണ് ലോകത്തിന്റെ ചരിത്രത്തിൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത്? ഇസ്ലാമിനെതിരെ നിരന്തരമായ ഈ പ്രചാരണങ്ങൾ ലോകത്തെമ്പാടുമുണ്ടായി. ലോകത്തെമ്പാടും ഇതിൻ്റെ പ്രചാരണങ്ങളുണ്ടായി, അതിൻ്റെ അനുരണനങ്ങളുണ്ടായി, അതിൻ്റെ സ്വാധീനങ്ങളുണ്ടായി, അതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളുണ്ടായി. മുസ്ലിങ്ങൾ അവർ ജീവിക്കുന്നിടത്തൊക്കെ ഈ വിഷയങ്ങളിൽ അവർക്ക് ആളുകളുടെ മുമ്പിൽ ചെറുത്തു നിൽക്കേണ്ടി വന്നു. വസ്തുതകൾ എന്താണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ടി വന്നു. യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് ആളുകളെ പഠിപ്പിക്കേണ്ടി വന്നു. ആളുകളുടെ മുമ്പിൽ നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ ആശയത്തെ, നമ്മുടെ മതത്തെ, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ദർശനത്തെ വളരെ വിശദമായി ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടി വന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴും ഞാനും നിങ്ങളും നിർവഹിക്കുന്നത്. കേരളത്തിൽ ആദ്യമായി 1888 മലയാളത്തിൽ ഒരു പുസ്തകം നബിയുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് നബി നാണയം എന്ന് പറയുന്ന പുസ്തകമാണ്. സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ 1888 പുസ്തകം എഴുതുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകനെ പരിചയപ്പെടുത്തുന്ന മലയാളത്തിലുള്ളൊരു പുസ്തകം എന്ന് സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ തീരുമാനിക്കുന്നത് കേരളത്തിലേക്ക് വന്ന ക്രൈസ്തവ മിഷണറി പ്രവർത്തകന്മാരിലൂടെ മംഗലാപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് അച്ചടിക്കപ്പെടുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രബുദ്ധരായ വായിക്കുന്ന അന്നത്തെ മലയാളികളുടെ മുമ്പിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്ത ഒരു നബി വിമർശന ഗ്രന്ഥത്തിൻ്റെ മറുപടിക്ക് വേണ്ടിയാണ്, അതിനെ ഗണ്ണിക്കുന്നതിന് വേണ്ടിയാണ് 1888 സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ നബി നാടയം എന്ന് പറയുന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഞാനൊരു കാര്യം പറയുന്നത്, ഇത് ചരിത്ര വിദ്യാർത്ഥികൾ വളരെ ഗൗരവത്തോടുകൂടെ പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എല്ലാ പ്രവാചക വിമർശനങ്ങളുടെയും ആത്യന്തിക സോഴ്സ് എന്ന് പറയുന്നത്, ഏറ്റവും അടിസ്ഥാന സ്രോതസ് എന്ന് പറയുന്നത് ഓറിയന്റലിസ്റ്റ് രചനകളാണ്. ഓറിയന്റലിസ്റ്റ് രചനകളുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ക്രൈസ്തവ മത പ്രബോധന പ്രവർത്തനമാണ്. യൂറോപ്പിന്റെ അധിനിവേശ പ്രവർത്തനങ്ങളാണ്. ലോകം മുഴുവൻ തങ്ങളുടെ കീഴിൽ വരണം, തങ്ങളുടെ കാൽ കീഴിൽ വരണമെന്ന ആഗ്രഹത്തിൽ നിന്നാണ് ലോകത്ത് മുഴുവൻ അധിനിവേശം ഉണ്ടാകുന്നത്. ആഫ്രിക്കയിൽ, ദക്ഷിണാഫ്രിക്കയിൽ അവിടുത്തെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വങ്ങൾ നൽകിയ ലോക പ്രശസ്തനായ ഡെസ്മണ്ട് ടുട്ടു അദ്ദേഹം പറഞ്ഞു, അവർ യൂറോപ്യർ ഞങ്ങളുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഭൂമിയും അവരുടെ കയ്യിൽ ബൈബിളും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ ഭൂമിയും അവരുടെ കയ്യിൽ ബൈബിളും ഉണ്ടായിരുന്നു. അവർ വന്നു, ഞങ്ങളോട് പറഞ്ഞു, നമുക്ക് നമ്മുടെ നാടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി നമുക്ക് കണ്ണടച്ചു പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടെ കണ്ണടച്ചു പ്രാർത്ഥിച്ചു. കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ബൈബിളും അവരുടെ കയ്യിൽ ഭൂമിയുമായി മാറിയിരുന്നു എന്ന് ഡെസ്മണ്ട് ടുട്ടു അധിനിവേശത്തിൻ്റെ അപകടത്തെക്കുറിച്ച്, അത് ആഴത്തിലുണ്ടാക്കിയ സാമൂഹ്യ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു 500 കൊല്ലം പഴക്കമുള്ള ഒരു വർക്കാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനെ വിമർശിക്കുക എന്നത്. അതിനെയാണ് നമുക്ക് അതിജീവിക്കേണ്ടത്. അതൊരു ദിവസത്തെ പ്രസംഗം കൊണ്ടോ 6 മാസക്കാലം നീണ്ടു നിൽക്കുന്ന കേവലമായൊരു ക്യാമ്പയിനിലൂടെയോ എന്നതിൻ്റെ അപ്പുറം ബുദ്ധിപരമായ, നേരത്തെ ഇവിടെ പലരും സംസാരിച്ചതുപോലെ വളരെ ശക്തമായ, ആലോചിച്ചുള്ള, പക്വതയോടുകൂടെയുള്ള, ഈ സമൂഹത്തിൻ്റെ മുഴുവൻ മനുഷ്യരോടും ഉള്ളു തുറന്ന് സംസാരിച്ചു കൊണ്ടുള്ള, അവസാനിക്കാത്ത നിരന്തരമായ, ഒന്നൊന്നിനോട് കണ്ണി ചേർന്ന് നമ്മൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങളിലൂടെയാണ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വികൃതമായ ചിത്രത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്താനും നമ്മുടെ സമൂഹത്തെ ബോധവൽക്കരിക്കാനും കഴിയുക. അതിനുള്ള ഒരു വലിയ യത്നമായി അള്ളാഹു ഈ ക്യാമ്പയിനെ വിജയിപ്പിച്ച് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.